സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണിത്. നിലവിലെ തീയതി മാറ്റം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് വരുന്നത്. പെൻഷൻ ആനുകൂല്യം മാർച്ച് മാസത്തെ 25-ാം തീയതിക്ക് ശേഷവും അതുകൂടാതെ ഏപ്രിൽ മാസത്തെ ധനസഹായം ഈസ്റ്റർ വിഷു പ്രമാണിച്ച് നേരത്തെയും വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് രീതിയിൽ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇത് സംബന്ധിച്ച ആശങ്കകളുണ്ട്. അപ്പോൾ പെൻഷൻ വിതരണത്തിൽ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തുക ഒരുമിച്ചായിരിക്കും ലഭിക്കുക. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ രണ്ട് കണക്കുകൾ തന്നെ ആയിരിക്കും. എങ്കിലും ഈ വിതരണം മാർച്ച് മാസം 31-ാം തീയതിയോടെ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നിലവിൽ പെൻഷൻ തുക രണ്ട് കണക്കുകളും ഒരുമിച്ച് നൽകുന്നതിന്റെ ഒരു ഇരട്ടി ആനുകൂല്യം എന്ന രീതിയിലേക്കാണ് സർക്കാരിന്റെ ഉദ്ദേശം. മാർച്ച് മാസം 25-ാം തീയതിയോടെ തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആഴ്ച വീണ്ടും തുക വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, കൈകളിൽ തുക വാങ്ങുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കാരണം സർക്കാർ ബാങ്കിൽ നിന്നും കൃത്യമായിട്ട് തുകയൊക്കെ എത്തിച്ചേർന്ന ശേഷം 2 ആഴ്ചയോളം ഈ രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ തുക ഹോൾഡ് ചെയ്ത ശേഷം പിന്നീട് ഒരുമിച്ച് വിതരണം ചെയ്യണം. അപ്പോൾ ആ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ മാർച്ച് മാസം 31-ാം തീയതിയോടെ വിതരണം ചെയ്യുന്നതിനുള്ള രണ്ട് കണക്കുകളും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഒരുമിച്ചായിരിക്കും ലഭിക്കുക എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ടുകൾ രണ്ട് കണക്കുകളായി 2000-ന്റെ രണ്ട് കണക്കുകളായി തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതിനുവേണ്ടി നമ്മൾ മറ്റു നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, ലൈഫ് സർട്ടിഫിക്കറ്റ് ചിലർ സമർപ്പിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങളും മറ്റനുബന്ധ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഭാഗത്ത് പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുന്ന തുകയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പെൻഷൻ വാങ്ങുന്നവർ എല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം 8 ലക്ഷം പേർക്കാണ് 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നത്. ഈ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയത്ത് നമുക്ക് ആദ്യഘട്ടത്തിൽ 1700 രൂപ ലഭിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ശേഷിക്കുന്ന തുക കൂടി കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും കൃത്യമായിട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യേണ്ടത്. നമ്മുടെ ആധാറുമായിട്ട് ബന്ധിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 6 മാസത്തിന് മുകളിൽ കുടിശ്ശിക അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്നൊക്കെയാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. 9600 രൂപയോളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രീതിയിലൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി തുക കൂടി വളരെ വൈകാതെ ലഭിക്കുമെന്നുള്ള സൂചനകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാർ ഈ തിരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തടസ്സമില്ലാതെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് ലഭിക്കാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.